എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളിതൊക്കെ കുടിക്കാൻ തന്നു. അപ്പോൾ അവരോട് ചോദിക്കും, അവർ ഈശോയോട് ചോദിക്കും, നിന്നെ എപ്പോഴാണ് വിശക്കുന്നതിനെ കണ്ടത്? എൻ്റെ ഏറ്റവും എളിയവനിൽ നീ കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ ഈ ശത്രുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ ശത്രുതയല്ല ഏറ്റവും കൂടുതൽ എന്നെ ഹർട്ട് ചെയ്യണത്. അപ്പോൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് ഞാൻ ദൈവസ്നേഹം കൊടുക്കുമ്പോൾ ഞാൻ ദൈവപൈതലായിട്ട് ഗ്രേഡറ്റ് ചെയ്യണം. എന്താ കാര്യം? നിത്യത കണ്ടുകൊണ്ടാണ് വചനങ്ങളെല്ലാം കഠിനമാക്കി വെച്ചിരിക്കുന്നത്. നിത്യതയുടെ ഒരു വാട്ടർ മാർക്ക് എല്ലാ വചനങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ച് കടുപ്പമുള്ള വചനങ്ങളിൽ. വെളിപാട് 22:11 അനീതി ചെയ്തിരുന്നവൻ പറഞ്ഞേ, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. എങ്ങനെയുണ്ട് പരിപാടി? കേട്ടോ കേട്ടോ കേട്ടോ, ബൈബിൾ തീരാൻ പോകുകയാണ്. ലാസ്റ്റ് വാക്കുകളാണ്. എന്താണ്? അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ലാസ്റ്റ് സമയത്തിന്റെ അവസാനം ആരെയും മാനസാന്തരത്തിലേക്ക് വിളിക്കാത്ത ലോകത്തിലെ ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ബ്രാൻഡഡ് ആയിരിക്കുകയാണ്. അവൻ മാനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാര്യം അത് വരപ്രസാദമാണ്. മാനസാന്തരം ദൈവം നിങ്ങൾക്ക് നൽകുന്ന മനസ്സലിവാണ്. കഠിനമായ മനസ്സുള്ളവർ കഠിനമായിട്ട് തന്നെ പോകട്ടെ എന്ന് പറയും. കഠിനമല്ലാതെ മനസ്സലിവുള്ളവനായി നിൽക്കട്ടെ, ഇനി സമയമില്ലെന്ന് പറയും. എല്ലാ മനുഷ്യൻ്റെ മുന്നിൽ ഈ സമയമില്ലാത്തൊരു സമയം വന്നിട്ട് പറയും, ഡോണ്ട് റിപ്പീറ്റ്, ഡോണ്ട് കൺട്രേറ്റ്, ഡോണ്ട് ഹാവ് കൺട്രീഷൻ, ഡോണ്ട് റിപ്പൻറ്റ്. എന്നെയും നിൻ്റെയും മുഖത്ത് നോക്കി ദൈവം എന്നെങ്കിലും ഇനി മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാകും. അപ്പോഴേ ഇതൊരു സമയമാണ്. മാനസാന്തരം ഒരു സമയമാണ്. ഹൃദയത്തിൻ്റെ അലിവ് ഞാൻ എപ്പോഴും ഓർക്കുകയും, ഒരു ലേവ്യ പുരോഹിതൻ ബൈബിളിൽ കഥ പറയുമ്പോൾ കർത്താവ് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, നിത്യതയുടെ വാട്ടർ മാർക്കിനെ വെക്കും. നിത്യതയുടെ ഒരു ജലമുദ്ര വെച്ചിട്ടാണ് ബൈബിൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കഥ പറയുമ്പോഴും അതിൻ്റെ അകത്ത് ഈ നിത്യതയുടെ വാട്ടർ മാർക്ക് കാണാം. എന്താ പറയണത്? ഒരു മനുഷ്യൻ ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ പറഞ്ഞു, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കണത്? അപ്പോൾ അവരെന്ത് പറയും? എല്ലാത്തിനേക്കാളും ഒരു ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലും നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്നാൽ നീ പോയി അതുപോലെ ചെയ്യുക. അപ്പം അവൻ തിരിച്ചു ചോദിക്കും, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ ഈശോ പറയും, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. കള്ളന്മാർ കൈ അകപ്പെട്ടു. അവൻ്റെ വസ്തുവകൾ അടിച്ചു മാറ്റിയിട്ട് അവനെ മൃതപ്രായനായിട്ട് വഴി തള്ളി. ആ വഴിക്കൊരു ലേവ്യൻ പോയി, ആ വഴിക്കൊരു പുരോഹിതൻ പോയി. രണ്ട് കക്ഷികളും ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയാണ്. ലേവ്യനായാലും ശരി, അവരിൽ നിന്നാണ് പുരോഹിതനുണ്ടാകുന്നത്. അപ്പോൾ ഈ കർത്താവിനോട് അടുത്ത ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് കക്ഷികളെ ഈശോ കഥയിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് കർത്താവുമായിട്ട് ഒരു അടുപ്പമില്ലാത്ത ഒരു സമറിയാക്കാരനെ കൊണ്ടുവരും. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് കക്ഷികളും എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പുരോഹിതനെ എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന സദോക്ക് പുരോഹിതനാണ്. സോളമനെ എണ്ണ ഒഴിച്ച് വാഴിച്ച ആളാണ്. പുരോഹിതന് എണ്ണ കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ലേവ്യ പുരോഹിതനും എണ്ണ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ രണ്ട് കക്ഷികളുടെ എണ്ണയില്ല. ഇനി ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യന് എണ്ണയും കൊണ്ട് വരുന്നുണ്ട്. അവൻ്റെ പേരെന്താണ്? സമറിയക്കാരൻ. അവനിവനെ കണ്ടു, അടുത്ത് ചെന്നു എന്ന് ബൈബിൾ എന്നിട്ട് പറയും, അവൻ്റെ മനസ്സലിഞ്ഞു വന്നു. ശ്രദ്ധിക്കട്ടെ. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു, പക്ഷെ മനസ്സറിയാതെ കാണാൻ പറ്റും. മനസ്സിലായില്ല? ഈ ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു, അതുപോലെ തന്നെ ഓർഫണേജിൽ പോകുന്നു, വൃദ്ധസദനത്തിൽ പോകുന്നു, അവിടെ ഉടുപ്പ് ഇലക്കുന്നു, പക്ഷേ
എങ്ങനെയെങ്കിലും ദൈവം ഒന്ന് പ്രസാദിച്ച് എനിക്ക് ആ PR ഒന്ന് കിട്ടിയാൽ മതി. അതാണ് വിഷയം. അതിനകത്ത് വരുന്ന വിഷയം ഇതാണ്. പക്ഷെ അതിന് വേണ്ട കണ്ടന്റ് എന്താണ്? ഈ മനസ്സലിവാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഉടമ്പടി പ്രകാരം ദൈവസ്നേഹത്തോടെ എല്ലാ ദീനക്കാരിലും അങ്ങേ കാണുമ്പോൾ മനസ്സലിയാൻ എന്നെ സഹായിക്കണം. ഈ മനസ്സലിവ് ആദ്യം ഉണ്ടായത് ആർക്കാണ്? ഈശോയ്ക്കാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ജനത്തെക്കൂട്ടത്തെ കണ്ടപ്പോൾ അതിന് അനുകമ്പ തോന്നി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മത്തായി 9:36. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. പിന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അനുകമ്പ, മനസ്സലിവ്, ഒരു സൽപ്രവൃത്തിയെ ക്രിസ്തുവിൻ്റെ കൃപാപര പ്രവൃത്തിയാക്കി മാറ്റുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരം സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമേ താഴെ വരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഒരു സൽപ്രവൃത്തിയെ കൃപാപര പ്രവൃത്തി ആക്കണത്, അത് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് നിലവാരപ്പെടുമ്പോഴാണ് ശരിക്കും. അപ്പം അതറിയണമെങ്കിലേ എന്ത് ചെയ്താലും, ഇപ്പം ഞാൻ നിങ്ങളെ പത്രവും കൊടുത്ത് വിടും, ഭയങ്കര ഓരോരുത്തർ പറയും. അതായത് ലോകം മുഴുവൻ സുവിശേഷം ക്രിസ്തുവിനെ കൈമാറുന്ന സഭയിലെ ഏറ്റവും വലിയ ഒരു സംരംഭമാണിത്. ഇത് വെറുതെ കിട്ടിയൊന്നുമല്ല. 4 വയസ്സ് മുതൽ ഈ കക്ഷിയുടെ പുറകെ നടന്ന് കിട്ടിയതാ. എങ്ങനെയാണ് ദൈവമേ സുവിശേഷ വേല ചെയ്യേണ്ടത്, അതിന് പട്ടക്കാരനായ പറ്റുമെന്ന് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴൊക്കെ. അതിനുശേഷം പട്ടക്കാരനായതിനു ശേഷവും പിന്നെയും ബാക്കി കർത്താവെ സുവിശേഷ വേലയെക്കുറിച്ച് പിന്നെയും എനിക്ക് ഇതല്ല, ഈ ശങ്കരാചാര്യ പറഞ്ഞ പോലെ നേതി നേതി ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുണ്ടെന്ന്. അങ്ങനെ അപ്പുറത്തുള്ളതിനെ അന്വേഷിച്ചപ്പോഴാണ് കർത്താവ് നമ്മൾ ഉടമ്പടി വരെ എത്തിയത്. നിങ്ങളിന്ന് എന്തുമാത്രം പ്രേക്ഷിതരാണുള്ളത്. പക്ഷേ പ്രേക്ഷിതരെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പത്രം കൊണ്ടൊരു മനുഷ്യൻ്റെ മുമ്പിലേക്ക്, ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ തന്തക്ക് വിളിക്കുമെന്ന് ആദ്യമേ നിങ്ങൾ കരുതണം. കാര്യം അവർക്ക് അവിടെ നിന്ന് തന്തക്ക് വിളിക്കാതിരിക്കുന്നത് ആരായിരിക്കും? അവരായിരിക്കല്ലേ, ക്രിസ്തു തന്നെയായിരിക്കും. പോരെ, പണിയായോ? കാര്യം വചനം അങ്ങനെയല്ല പോണത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ ആരെ കാണുമെന്നാണ് പറയണത്? ക്രിസ്തുവിനെ കാണണം. എന്നിട്ട് എന്താ കാണണത്? ഈ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എളിമപ്പെടണം. അല്ലാതെ അവരെയും തന്തക്ക് വിളിച്ചിട്ട് പോരരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഫിലിപ്പിയർ 2:6. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, പറഞ്ഞ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഈ ആകൃതിയും മനുഷ്യനെ പോലെ ആയി കാണപ്പെട്ടു എന്നുള്ള മനുഷ്യാവതാരം തുടരുകയാണ്. എന്താ കാര്യം? പല മനുഷ്യന്മാരും നമ്മളോട് ക്രിസ്തുവിൽ വളരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുകയും ഞെരിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ബുദ്ധിയും ബോധമുള്ളവൻ ആഹ്ലാദിച്ചുല്ലസിക്കുവൻ. എന്താ കാര്യം? സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലുക്ക 6:35. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായ എല്ലാത്തരം കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ എന്ന് പറഞ്ഞ് മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാ
കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ ഉല്ലസിക്കുവാൻ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലുള്ള പ്രതിഫലം വലുതായിരിക്കും. ഇപ്പൊ ചില സമയത്ത് ക്രിസ്തുവിന് വേണ്ടി ഇതുപോലെ അപമാനം ഏറ്റാൽ എന്ത് ചെയ്യണം? നമ്മൾ വിഷമിച്ച് വീട്ടിൽ പോരെന്നല്ല പറയണത്, ആഹ്ലാദിച്ച് ഉല്ലസിക്കണം. എന്താ കാര്യം? സ്വർഗത്തിൽ പറഞ്ഞേ, നിങ്ങൾക്കുള്ള പ്രതിഫലം. മത്തായി 5:11-12 എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ പ്രതിഫലം എന്ന് മാത്രം പറഞ്ഞാൽ ഓക്കെ, ഇതങ്ങനെയല്ല പ്രശ്നം. വലിയ പ്രതിഫലമുണ്ട്, ചെറിയ പ്രതിഫലമുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ അധ്വാനത്തിന് ആനുപേക്ഷികമായ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അപ്പം അതിനകത്ത് വലിയ പ്രതിഫലമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മഹത്വം കൃപ സ്വീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് ആർജിക്കുന്ന മഹത്വം വലിയ മഹത്വമുണ്ട്, ചെറിയ മഹത്വമുണ്ട്, മഹത്വമില്ലായ്മയും ഉണ്ടാകും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക, സൽപ്രവൃത്തികൾ കൂടിപ്പോയെന്ന് ആരും ചിന്തിക്കരുത്, എത്ര കൂടിയാലും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്തെല്ലാം തരം അപകട മേഖലകളിലൂടെയാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യ ജീവിതം ഈശോ മുന്നേറ്റിക്കൊണ്ട് പോകണമെന്നറിയാവോ? മനുഷ്യർ നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുക, അവഹേളിക്കുക, വേഷമായ കുറ്റം ആരോപിക്കുക, അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. സത്യസന്ധമായ ദൈവത്തെ, സ്വർഗത്തെ കണ്ടവർക്ക് മാത്രമേ ഇതുപോലെ വ്യക്തമായിട്ട് മനുഷ്യരാശിയെ പ്രബോധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് വേദകപരമായിട്ടുള്ള കുറേ സ്വപ്നങ്ങളെ കൊണ്ട് കൊടുത്ത് മാനുഷ്യമായിട്ട് മനുഷ്യനെ വഞ്ചിക്കുകയാണ് ചെയ്യണത്. സത്യസന്ധമായി ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന എണ്ണീന് പറയുന്ന മാനസിക ശാരീരിക പീഡകൾ, when we receive it in the name of Jesus Christ, we are in our kingdom of God. നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിലാണ്, അവൻ്റെ ദൈവരാജ്യത്തിലായിരിക്കും. അപ്പം ദൈവരാജ്യത്തിനെ പ്രതിയായിട്ട് നിങ്ങൾ കാഴ്ചവെക്കണം. എന്ത് വിഷയമുണ്ട്? അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി പോകണ്ട എന്ന് ഈശോ പറയണത്, ശണ്ട കൂടാൻ പോകണ്ട എന്ന് ഈശോ പറയണത്. ചിലയിടത്ത് തോറ്റു കൊടുക്കാൻ പറയും, ചിലത് തല്ലും കൊണ്ട് പോരാൻ പറയും. എന്താ കാര്യം? നമുക്കിനിയും പോകാൻ ഇടമുണ്ട്. അതുകൊണ്ടാണ് പോകാൻ ഇടമില്ലാത്തവർ തല്ലും കൊണ്ട് പോരണ്ട, തിരിച്ച് തല്ലിട്ട് പോരാൻ പറയും. അവർക്ക് പോകാൻ ഇടമില്ല. ഈ ഭൂമി വെച്ച് അവരുടെ ജീവിതം അവസാനിക്കണം, സെമിത്തേരി വെച്ച്. പക്ഷെ നീ അങ്ങനെയല്ല. നിനക്ക് വേണ്ടി മരിച്ചവൻ, നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട്. സമരക്കാരൻ പറയുന്ന കഥയിൽ ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ആ മനുഷ്യനെ കൊണ്ട് സത്തത്തിലാക്കിയിട്ട് പറയും, 2 ദിനാറ കൊടുത്തിട്ട് പറയും, എന്തെങ്കിലും കുറവുണ്ടാകും, എനിക്കറിയാം, ഇവന് എന്തെങ്കിലും കുറവുണ്ടായാൽ ഞാൻ തന്നെ അത് നികത്താതിരിക്കത്തില്ല. എപ്പോഴാണ്? ഞാൻ തിരിച്ചു വരുമെന്ന്. ആരാണ് തിരിച്ചു വരാൻ പോണത്? നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ തിരിച്ചു വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ക്രിസ്തു. കൈയടിച്ച് കർത്താവ് 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഈ സമരിയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. പരിശുദ്ധാത്മാവിലാണ് സുവിശേഷം വായിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് അവനോട് പറയും, ഇത് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്. ഇവൻ്റെ കയ്യിരിക്കുന്ന വെള്ളം, ഇവൻ്റെ കയ്യിരിക്കുന്ന വീഞ്ഞും എണ്ണയുമാണ് നിന്നെ ആത്മാവിനെ പൂരിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. ഇവനെന്താ പറയണത്? ആ സത്യസൂക്ഷിപ്പുകാരനോട് പറയുന്ന വാക്കുണ്ട്. എന്താ പറയണത്? എന്തെങ്കിലും കൂടി ചിലവാകണമെങ്കിൽ അതാരോട് പറയണതാ? ആരെല്ലാം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുവോ അവനോടെല്ലാം ദൈവം പറഞ്ഞ വാക്കാണ്. നിന്റെ സഹോദരന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അപ്പന് വേണ്ടി, അയൽവാസിക്ക് വേണ്ടി, നിന്റെ ശത്രുവിന് വേണ്ടി പോലും എന്തെങ്കിലും കൂടി നിന്റെ കയ്യിൽ ചിലവാകണമെങ്കിൽ എൻ്റെ ദൈവവേദന അത് സൗജന്യമല്ല. ഐ വിൽ റീപേ ഇറ്റ്. ഞാനത് തിരിച്ചു തരും. എപ്പോഴാണ്? ഞാൻ വരുമ്പോൾ വരണവരെ നീ കാത്തിരിക്കണം. കൈയടിച്ച് കർത്താവ്
നിത്യതയിൽ അവസാനം ഈശോ വരുന്നത് വരാണ് ആ വിഷയം. നമ്മളെല്ലാം ഈ സൽപ്രവൃത്തികളും കൃപാവര പ്രവൃത്തികളും ചെയ്യണത് എന്തുകൊണ്ടാണ്? അവൻ മഹത്തരാജനായി വീണ്ടും വരുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ സൂര്യസഭയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ സ്വർഗീയ വിരുന്നിലെ സ്വർഗീയ ജെറുസലേമിലെ മണവാളിൻ്റെ കൂടെ സഭയാകുന്ന മണവാട്ടി നിത്യമായ ബാങ്കറ്റ് ഫീസ്റ്റിൻ്റെ സെലിബ്രേഷൻസിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയാണ്. കൈയിടിച്ച് കർത്താവ് അപ്പം കൂടിപ്പോയെന്നൊന്നും പറയരുത് കേട്ടോ. അപ്പനെയും അമ്മനെയും അയൽവാസികളെയൊക്കെ സഹായിച്ചതിൽ കൂടിപ്പോയെന്നൊന്നും പറയരുത്. കൂടിപ്പോയാൽ എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ എന്താണ്, ഞാൻ തിരിച്ചു വരുമ്പോഴേ അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ്. കൈയടിച്ച് കർത്താൻ ഈ നമ്മൾ പറയുന്ന അയാൾ ആ മുറിവിലൊഴിച്ച എണ്ണയില്ലേ, ആ സമരക്കാരൻ എൻ്റെ ആ വഴിവക്കിൽ മൃതപ്രമായി കിടന്ന മനുഷ്യൻ്റെ വ്രണങ്ങൾ എന്താണ് ഒഴിച്ചത്? എണ്ണയും വീഞ്ഞും. അതാണ് ഈ സൽപ്രവൃത്തികളെന്ന് പറയണത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ പ്രതീകാത്മകമായ സുവിശേഷ വചനമാണ് എണ്ണയും വീഞ്ഞുമെന്ന്. ചില സമയത്ത് നമ്മൾ അതുകൊണ്ടാണ് ഈശോ പറയണത് ചില ഒരു ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും, പക്ഷെ വിവരം ഉണ്ടാകത്തില്ലെന്ന്. ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും മനുഷ്യന്മാരുടെ കൂട്ടത്തിലേ. സാധാരണ മനുഷ്യരുമുണ്ട്, കുറച്ച് ബുദ്ധി കൂടിയ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരെല്ലാം ചെയ്യണത് നമ്മളെന്ത് കൊടുക്കുന്നു, നമുക്കെന്ത് കിട്ടുന്നു, അതിനൊരു അംശം അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മളൊരു ദൈവമായിട്ടൊരു ബിസിനസ്സിലാണ് നമ്മൾ ചെയ്യണത്. കാരണം നമ്മൾ പറയും അനിയത്തിയുണ്ട്, ചേട്ടത്തിയുണ്ട്, ചേട്ടനുണ്ട്, അവരൊക്കെ ഈ അമ്മ പറ്റത്തില്ലേ, പിന്നെ എനിക്ക് മാത്രം എൻ്റെ പെട്ടയ്ക്ക് എന്ത് മാത്രമുണ്ട് അമ്മ വന്ന് അത് കണക്ക് പറയില്ലേ. മിണ്ടാണ്ടിരിക്കാനാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഉള്ളത് ചെയ്തതുപോലെ ഇല്ലാണ്ടാവും. നമ്മളുടനെ പറയത്തില്ലേ, ആശുപത്രി പോയി നിൽക്കുമ്പോൾ അമ്മയുടെ കൂടെ ആശുപത്രി പോയി നിൽക്കുമ്പോൾ പറയത്തില്ലേ, ഞാൻ മാത്രമുള്ള അനിയത്തിയുണ്ട്, അവൾ വന്ന് നിൽക്കണില്ല, അവൾ ടീച്ചറാണ്, മൂർത്തി ചേടത്തിയുണ്ട്, അവിടെ കാനഡയിൽ പോയിരിക്കുകയാണ്, അവളിങ്ങനെ വരത്തിരിക്കുക, പിടിക്കത്ത് പോയില്ല, ഞാൻ മാത്രമാണ് എൻ്റെ പള്ളിക്കാണ് എല്ലാം കിടക്കണമെന്ന്. എൻ്റെ മക്കളെ, നിങ്ങൾ നിത്യതയിൽ നിനക്ക് ഓഹരി കിട്ടാൻ വേണ്ടി കർത്താവ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് നിനക്ക് ഈ വിഷയം ഏൽപ്പിച്ചിരിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണെന്ന് കരുതാത്തോളം കാലം നിനക്കൊരിക്കലും കൃപയായി ജീവിക്കാൻ പറ്റത്തില്ല. അവരെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഒരു വിഷയത്തിന്. ഇവിടെ എന്താ പ്രശ്നം? ചിലർക്ക് എണ്ണ ഉണ്ട്, ചിലർക്ക് എണ്ണയില്ല, അത്രേ ഉള്ളൂ. ഒരപ്പൻ്റെ അമ്മയുടെ മക്കളായിരിക്കാം. ചിലർക്ക് എണ്ണ കയ്യിലുണ്ടാകാം, ചിലർക്ക് കയ്യിൽ എണ്ണ ഉണ്ടാകത്തില്ല. അതാണ് പ്രശ്നം. അവരെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? അവരെണ്ണ വാങ്ങാൻ പോയിരിക്കുകയല്ലേ, അപ്പം മണവാളം വരും. പരിപാടി തീർന്നില്ലേ? വായിച്ച് 25:4 മത്തായി സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 25:4 മത്തായിയുടെ സുവിശേഷം. മത്തായി 25:4 വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. ഇപ്പൊ വിളക്ക് മാത്രം എടുത്തിട്ട് കാര്യമില്ല. ചില ആളുടെ കയ്യിൽ വചനം മാത്രമുണ്ട്, വിളക്കുണ്ട്, എണ്ണയില്ല. അതാണ് പ്രശ്നം. വിളക്ക് ഈ 10 കന്യകമാരുടെ കയ്യിലും വിളക്കുണ്ടേ. എല്ലാവരും ഈ വിശ്വാസത്തിൽ വിളക്കിൽ തന്നെ വിശ്വസിക്കണത്. പക്ഷേ സംഭവം കത്തത്തില്ല. വചനം കത്തിക്കണമെങ്കിൽ എന്ത് വേണം? എണ്ണ വേണം. അതിനെന്ത് വേണം? മനസ്സലിവ് വേണം. മറ്റാൾ എണ്ണ പെട്ടിയതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അയാൾക്ക് സമരക്കാർ എണ്ണ പെട്ടുമ്പോൾ എന്താ സംഭവിച്ചത്? മനസ്സലിഞ്ഞ്. അല്ല, ജോസഫ് മതിയിട്ടല്ല എണ്ണ പെട്ടിയത്. നിങ്ങൾ പല ആൾക്കാർ എണ്ണ പെട്ടണ ഉടമ്പടി എടുത്തതുകൊണ്ടാണ് സൽപ്രവൃത്തി കാണിക്കണത്. അതല്ല, മനസ്സലിയണം. ആരെ പ്രതി? ക്രിസ്തുവിനെ പ്രതി മനസ്സറിയുമ്പോൾ ആണ് അത് ക്രിസ്തുവിൻ്റെ കൃപാവര പ്രവൃത്തിയായിട്ട് മാറണത്. അല്ലെങ്കിൽ അത് ഉടമ്പടി പ്രവൃത്തിയായിട്ട് കേവലമായിട്ട് മാറുകയും ഫ്രൂട്ട്ഫുള്ളായ അല്ലാതെ വരിക സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? 10 കന്യകമാരുണ്ടായിരുന്നു. അതിൽ ചിലർ 5 പേര് പാത്രങ്ങളിൽ എണ്ണ എടുത്ത് വേറെ എക്സ്ട്രാ ആയിട്ട് എടുത്തു. ചെറിയ വിളക്ക് മാത്രം കൊണ്ടുവന്നു. പക്ഷേ എന്താ പറയുക, അവസാനം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. നീ എൻ്റെ ചേർത്തിയല്ലേ, നിൻ്റെ സൽപ്രവൃത്തി കുറച്ച് ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ തരാൻ പറ്റത്തില്ല. ആ വിഷയം അത് അവസാനമേ മനസ്സിലാകത്തുള്ളൂ. നീ എൻ്റെ അനിയത്തിയല്ലേ, നമ്മൾ വേണ്ട ഒരു വയറ്റി പെറ്റതല്ലേ, നീ എൻ്റെ ഭർത്താവല്ലേ, നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾക്ക് കൃപ കൈമാറ്റാൻ, അനുഗ്രഹം കൊടുക്കാൻ പറ്റുമായിരിക്കും, കൃപ കൈമാറാൻ പറ്റത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭാര്യ പള്ളിയിൽ പോകണ്ടല്ല, പിന്നെ എനിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹം ഓക്കെയാണ്, കൃപ ഓക്കെയല്ല. അത് നീ തന്നെ കർത്താവിൻ്റെ നാമത്തെ സ്വീകരിച്ച് ദൈവസ്നേഹത്തോടെ നിൻ്റെ ആത്മാവിൽ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ പങ്കുകാരില്ല. അതാണ് പറയണത്. ആ കന്യകമായിട്ട് പറയുന്നത് കേട്ടല്ലേ, ഞങ്ങൾ തരത്തില്ല, തന്നിട്ടും കാര്യമില്ല. കാര്യം എന്താ? നിങ്ങൾക്ക് തികയാതെ വരും. പക്ഷേ കൃപയ്ക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തികയാതെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്തത്. കൃപ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നീ 10 പത്രം കൂടുതൽ കൊടുത്താൽ
അതിൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ് കൊടുത്തിരിക്കണമെങ്കിൽ അതിൻ്റെ കൃപ നിനക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നീ കൃപയുടെ കൊടിശ്ശേരിയായി കൊടിശ്ശനാകാൻ നോക്കണം. കാര്യം കഠിന വചനങ്ങളാണ് ചെയ്യുമ്പോഴാണ് അതിലാണ് കൂടുതൽ കൃപ അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെതെല്ലാം നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം? അതായത് ഇവർക്കെന്നാ പറ്റിയത് ഈ കന്യകമാർക്ക്? മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. പക്ഷേ കന്യകമാർ എഴുന്നേറ്റപ്പോൾ കുറേ പേർക്ക് എണ്ണയില്ല. അത് പിന്നെ അവരുടനെ വാതിൽ അടക്കപ്പെടുകയാണ്. കർത്താവ് നിത്യതയുടെ കാര്യം പറയുമ്പോഴാണ് ഇതില്ല, അവസാനം പറയുന്ന ഭാഗമാണ് ഇതിൽ. കർത്താവിൻ്റെ ഈ യാത്രയുടെ ഈ മാനുഷികമായ അവതാര യാത്ര അവസാനിക്കണ മുമ്പ് ലാസ്റ്റ് പറയുന്ന ഭാഗങ്ങളാണ് മത്തായി 25 കൊണ്ടൊന്ന് ചേർത്തിരിക്കുന്നത്. ഇവിടുത്തെ മണവാളനല്ല ഈശോയാണ്, വരാൻ പോരണേ വൈകണതെല്ലാം അവൻ്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയണത് മുഴുവനും. കഥകളിലൂടെ പറയണതേ ഉള്ളൂ. അപ്പോഴൊരു കാര്യം, മണവാളൻ വരാൻ വൈകിയെന്ന് കഥ പറയുന്നുണ്ട്. സെൻറ്റ് പോളിനൊക്കെ പറഞ്ഞ അബദ്ധം, ഇത്തിരി കൂടി പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടെങ്കിലേ കർത്താവ് വരാൻ വൈകുമെന്ന് മനസ്സിലാകുമായിരുന്നു. ശരിക്കും അവരിപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യകാലങ്ങളിരുന്ന് ഇപ്പോൾ വരും കർത്താവ്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ വചനങ്ങളുണ്ട് ഇപ്പോൾ വരുന്നത്. പക്ഷേ വരാൻ വൈകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 10:25 മണവാള ഇപ്പോൾ ഈ നമ്മൾ ഇമ്മീഡിയറ്റ് പരൂസ്യ എന്ന് പറഞ്ഞ ആദിമസഭയെ കുറേ കാലം വിശ്വസിച്ചതാണ്. അതായത് ഇപ്പം കർത്താവ് വരുമെന്ന്. പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മണവാളൻ വരാൻ വൈകും. അതാണ് മണവാളനെ കൊടുത്തിരിക്കുന്ന കാര്യം. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? എത്ര വൈകിയാലും നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? കൃപയുണ്ടാകണം. നമ്മുടെ കയ്യിൽ കൃപയുണ്ടാകണം. നമുക്ക് കൃപാവര പ്രവൃത്തികൾ ഉണ്ടാകണം. അതുകൊണ്ട് എന്താണ്? ജാഗ്രതയുണ്ടാകണം ഈ വിഷയത്തിൽ. ഉടമ്പടി നിങ്ങളെ ഉയർത്തണം അങ്ങനെയാണ്. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവസഹത്തോടെ ചെയ്യണമെന്നാണ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വരം നൽകി ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ.